ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 5ാമത്തെ പാഠമാണ്. പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ എന്നാണ് കേട്ടോ ഈ പാഠത്തിൻ്റെ പേര്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടിന് മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പാഠം തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു അച്ഛനും അമ്മയും കുട്ടിയും കൂടെ സ്നാക്സ് കഴിക്കുന്നതിന്റെ ചിത്രമാണ് തന്നിട്ടുള്ളത് അല്ലേ. കുട്ടി പറയുന്നത് നോക്കൂ, അച്ഛാ, ഇതെന്തിനാ പല വസ്തുക്കൾ ഈ പലഹാരത്തിൽ കൂട്ടിക്കലർത്തിയത്? ഇതിൽ ചിലത് എനിക്ക് തീരെ ഇഷ്ടമായില്ല. പലഹാരത്തിന്റെ ഈ പ്രത്യേകതയാണ് മോനെ പിന്നീട് അതിന്റെ പേരായി മാറിയത്. എന്താണ് ഇവർ കഴിക്കുന്ന ഈ പലഹാരം? മിക്സ്ചർ ആണല്ലേ. അപ്പോൾ ഒരുപാട് വസ്തുക്കൾ അങ്ങനെ കൂട്ടിക്കലർത്തി ഉള്ളത് കൊണ്ടാണ് അതിന് മിക്സ്ചർ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. കുട്ടി എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കുട്ടിയുടെ മുൻപിലിരിക്കുന്ന പലഹാരത്തിൽ എന്തെല്ലാം വസ്തുക്കളാണ് ഉള്ളത്? ഈ പലഹാരം പരിശോധിച്ച് ഇതിൽ എന്തെല്ലാം വസ്തുക്കളാണ് ഉള്ളതെന്ന് കണ്ടെത്തൂ. അവ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് ലിസ്റ്റ് ചെയ്യൂ. അതായത് നമുക്ക് മിക്സ്ചറിൽ എന്തൊക്കെ കാണാൻ കഴിയും മക്കളെ? നിലക്കടല, പൊരിക്കടല, കറിവേപ്പില, മുളക് പൊടി, നൂഡിൽസ്, ബൂന്തി തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ മിക്സ്ചറിലുണ്ട്. വൈവിധ്യമാർന്ന ഇത്തരം വസ്തുക്കൾ നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ആഹാരം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നിരവധി വസ്തുക്കളെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അതുപോലെ കൃഷി, ആരോഗ്യം, നിർമ്മാണം തുടങ്ങിയ മേഖലകളിലൊക്കെയായി പല വസ്തുക്കൾ കൂട്ടിച്ചേർത്ത് പുതിയ വസ്തു ഉണ്ടാക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ചിത്രം നിരീക്ഷിക്കൂ. നിങ്ങൾക്ക് പരിചയമുള്ള വസ്തുക്കളാണല്ലോ ഇവ. ഒന്നാമത്തേത് കെട്ടിട നിർമ്മാണത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് ആണ്. പിന്നെ രണ്ടാമത് കൃഷിയുടെ ആവശ്യത്തിനായിട്ടുള്ള കമ്പോസ്റ്റ് ആണ്. എന്തെല്ലാം വസ്തുക്കൾ ചേർത്താണ് നാം കോൺക്രീറ്റ് തയ്യാറാക്കുന്നത്? സിമന്റ്, മണൽ, മെറ്റൽ, വെള്ളം തുടങ്ങിയ വസ്തുക്കൾ ചേർത്താണ്. കമ്പോസ്റ്റ് വളം നിർമ്മിക്കാൻ വീട്ടിലെ എന്തെല്ലാം ജൈവ മാലിന്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു? പച്ചക്കറി മാലിന്യങ്ങൾ, പഴങ്ങളുടെ മാലിന്യങ്ങൾ, ബാക്കിയുള്ള അരി, ചോറ് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കോൺക്രീറ്റ്, കമ്പോസ്റ്റ്, മിക്സ്ചർ എന്നിവയുടെ പ്രത്യേകതകൾ എന്താണ്? അവ ഒന്നിലധികം വസ്തുക്കൾ ചേർന്നാണ് ഉണ്ടാക്കുന്നത്. വീട്ടിൽ നാം സാധാരണ തയ്യാറാക്കാറുള്ള 2 വിഭവങ്ങൾ താഴെ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഒന്ന് പച്ചക്കറി സാലഡും രണ്ടാമത്തേത് മാങ്ങയുടെ അച്ചാറുമാണ്. സാലഡിലും മാങ്ങ അച്ചാറിലും സാധാരണയായി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ്? സാലഡിൽ ഉള്ളി, തൈര്, കക്കരിക്ക, പിന്നെ ക്യാരറ്റ് തുടങ്ങിയിട്ടുള്ള ഉപ്പ് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കും. പിന്നെ അച്ചാറിൽ മാങ്ങ അച്ചാറാണെങ്കിൽ മാങ്ങ, മുളക് പൊടി, അച്ചാർ പൊടി, പിന്നെ അതുപോലെ വിനാഗിരി, ഉപ്പ്, ഉലുവ, കടുക്, കറിവേപ്പില തുടങ്ങിയിട്ടുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കും. ആഹാരം രുചികരമാക്കാൻ ചേർക്കുന്ന ഓരോ ഘടക പദാർത്ഥങ്ങളും അവ ചേർക്കേണ്ട അളവിനും പ്രാധാന്യമില്ലേ? തീർച്ചയായിട്ടും ഉണ്ടല്ലേ. നമ്മൾ ഇത്ര പദാർത്ഥങ്ങൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് ഉപ്പൊക്കെ ഒരുപാട് ഇട്ടാൽ എന്തായി? ആഹാരം കേടായിപ്പോയി, ചീത്തയായിപ്പോയി, നമുക്ക് കഴിക്കാൻ പറ്റാത്ത പാകത്തിലാവും. അതുപോലെ മുളക് പൊടി ഒരുപാട് ഇട്ടാൽ കഴിക്കാൻ പറ്റാത്ത പാകത്തിലാവും. അപ്പോൾ ഓരോ ചേർക്കുന്ന പദാർത്ഥങ്ങളും അതിൻ്റെ അളവിനനുസരിച്ച് ചേർത്തെങ്കിൽ മാത്രമേ ആഹാരം രുചികരമാവുകയുള്ളൂ. സാലഡ് തയ്യാറാക്കാം. ക്ലാസ്സിൽ രുചികരമായ സാലഡ് തയ്യാറാക്കിയാലോ? സാലഡ് തയ്യാറാക്കാൻ എന്തെല്ലാം വസ്തുക്കൾ ആവശ്യമാണ്? ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് ലിസ്റ്റ് തയ്യാറാക്കൂ. ആവശ്യമായ വസ്തുക്കൾ ഉള്ളി, തക്കാളി, ഉപ്പ്, കക്കരിക്ക, തൈര്, ക്യാരറ്റ് തുടങ്ങിയവയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി സാലഡ് തയ്യാറാക്കാം. ഓരോ ഗ്രൂപ്പും അവരവർക്ക് ആവശ്യമായ വസ്തുക്കൾ എടുത്ത് സാലഡ് തയ്യാറാക്കി ക്ലാസ്സിൽ പങ്കുവെക്കൂ. ഓരോ ഗ്രൂപ്പും അവർ തയ്യാറാക്കിയ സാലഡിന്റെ പാചകക്കുറിപ്പ് എഴുതി അവതരിപ്പിക്കൂ. അത് എളുപ്പമാണ്. സാലഡ് എന്താണ്? പച്ചക്കറികളൊക്കെ പാകത്തിന് വലുപ്പത്തിന് കട്ട് ചെയ്യുക, എന്നിട്ട് തൈരിൽ എന്ത് ചെയ്യുക, എല്ലാം കൂടെ മിക്സ് ചെയ്യുക, ഉപ്പ് ചേർക്കുക അല്ലേ. വിവിധ വസ്തുക്കൾ പല രീതിയിൽ ചേർത്താണ് നിങ്ങൾ സാലഡ് തയ്യാറാക്കിയത്. നാം നിത്യേന കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെല്ലാം ഇങ്ങനെ പല വസ്തുക്കൾ ചേർത്തുണ്ടാക്കുന്നവയാണല്ലോ. കൂടുതൽ ഉദാഹരണങ്ങൾ ലിസ്റ്റ് ചെയ്യൂ. മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന വിധം ക്ലാസ്സിൽ ചർച്ച ചെയ്ത് എഴുതി അവതരിപ്പിക്കും. അതും എളുപ്പമാണല്ലേ. ഉലുവയും കടുകും ആദ്യം നല്ലെണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുക. എന്നിട്ട് നമ്മളുടെ ഈ മാങ്ങ, ചെറുതാക്കി അരിഞ്ഞു വെച്ച മാങ്ങ ചേർക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും അച്ചാർ പൊടിയും ഉപ്പും എല്ലാം ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. പിന്നെയോ അവസാനം ഗ്യാസ് ഓഫ് ചെയ്യുന്ന സമയത്ത് വിനാഗിരി ഒഴിക്കുക. നിങ്ങൾ അച്ചാർ പല രീതിക്ക് പലയിടത്തും ഉണ്ടാക്കാറുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് അത് എഴുതി കൊടുക്കാവുന്നതാണ്. അത് വലിയ പ്രവർത്തനമായിട്ടില്ല, എഴുതി കൊടുക്കുക. ഓക്കെ. കോൺക്രീറ്റ്, കമ്പോസ്റ്റ് മിക്സ്ചർ, സാലഡ്, മാങ്ങ അച്ചാർ ഇവയിലെല്ലാം ഒന്നിലധികം ഘടകങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞല്ലോ. ഇവയെല്ലാം മിശ്രിതങ്ങളാണ്. ഇതുപോലെ ഒന്നിലധികം ഘടകങ്ങൾ ചേർന്നുണ്ടാകുന്ന ധാരാളം പദാർത്ഥങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവ അന്വേഷിച്ച് കണ്ടെത്തൂ. അതിലെ ഘടകങ്ങൾ വേർതിരിച്ചറിയൂ. മിശ്രിതങ്ങൾ എന്താണ്? ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് മിശ്രിതങ്ങൾ. ഇനി മിശ്രിതങ്ങൾ ഉണ്ടാക്കാം. ശാസ്ത്ര കിറ്റിൽ നിന്ന് ചുവടെ കൊടുത്തിരിക്കുന്ന വസ്തുക്കൾ എടുക്കൂ. ഇവ ഉപയോഗിച്ച് എത്ര തരം മിശ്രിതങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും?
ആവശ്യമായ സാമഗ്രികൾ: വെള്ളം, ഉപ്പ്, പഞ്ചസാര, ചോക്കുപൊടി, നാരങ്ങ, തുരിശ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഇരുമ്പുപൊടി, റവ, പയറ്, കടല, നെല്ല്, സുതാര്യമായ പാത്രങ്ങൾ, ചില്ലു ഗ്ലാസ്, ചെറിയ പാത്രങ്ങൾ, സ്പൂണുകൾ. അനുയോജ്യമായ പാത്രങ്ങളിൽ വ്യത്യസ്ത മിശ്രിതങ്ങൾ തയ്യാറാക്കി പ്രദർശിപ്പിക്കൂ. ഓരോ മിശ്രിതത്തിനും ഉചിതമായ പേരും നൽകുമല്ലോ. ഓരോ ഗ്രൂപ്പും ഉണ്ടാക്കിയ മിശ്രിതങ്ങളുടെ പേരും ഘടകപദാർത്ഥങ്ങളും താഴെ പട്ടികയിൽ രേഖപ്പെടുത്തൂ. നമുക്കിവിടെ തയ്യാറാക്കിയ മിശ്രിതം, ഘടകപദാർത്ഥങ്ങൾ എന്നുള്ള 2 കോളങ്ങളിലുള്ള ടേബിളാണ് കേട്ടോ തന്നിട്ടുള്ളത്. ആദ്യത്തെ മിശ്രിതം നാരങ്ങാവെള്ളമാണ്. അതിന് വേണ്ട ഘടകപദാർത്ഥങ്ങൾ: നാരങ്ങാ നീര്, പഞ്ചസാര അല്ലെങ്കിൽ ഉപ്പ്, പിന്നെ വെള്ളം. പിന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി, പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെള്ളം. നെല്ല് റവ മിശ്രിതം, അതിന് വേണ്ടത് നെല്ലും റവയും, പിന്നെ വെള്ളവും ഉപ്പും. പിന്നെ ഇരുമ്പുപൊടി ഉപ്പ് മിശ്രിതം, അതിന് വേണ്ടത് ഇരുമ്പുപൊടി ഉപ്പ്. പിന്നെ പയറ് കടല മിശ്രിതം, അതിന് വേണ്ടത് പയറ് കടല വെള്ളം ഉപ്പ്. ORS ലായനി, അതിന് വേണ്ടത് പഞ്ചസാര ഉപ്പ് വെള്ളം. അതുപോലെ ചോക്കുപൊടി ലായനിക്ക് വേണ്ടത് ചോക്കുപൊടിയും വെള്ളവും. നിങ്ങൾ തയ്യാറാക്കിയ മിശ്രിതങ്ങളിൽ ഉപയോഗിച്ച എല്ലാ ഘടകപദാർത്ഥങ്ങളും ഒരേ അവസ്ഥയിലുള്ളവയാണോ? അല്ല, ഖരം, ദ്രാവകം എന്നീ 2 അവസ്ഥകളിലുള്ള പദാർത്ഥങ്ങളുണ്ട്. ദ്രാവകത്തിൽ ഖരവസ്തു അലിഞ്ഞു ചേർന്ന മിശ്രിതങ്ങൾ ഏതെല്ലാമാണ്? നാരങ്ങാവെള്ളം, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി, ORS ലായനി, തുരിശ് ലായനി തുടങ്ങിയവയൊക്കെയാണ്. 2 ഖരവസ്തുക്കൾ ചേർന്ന മിശ്രിതങ്ങൾ ഉണ്ടോ? ഉണ്ട്. ഒന്നിൽ കൂടുതൽ ഖരവസ്തുക്കൾ ദ്രാവകത്തിൽ ലയിച്ചു ചേർന്ന മിശ്രിതങ്ങൾ ഏതെല്ലാം? റവയും നെല്ലും കലർന്ന മിശ്രിതം, പയറ് കടല മിശ്രിതം, ഇരുമ്പുപൊടി മിശ്രിതം തുടങ്ങിയവയൊക്കെയാണ്. നിങ്ങളുടെ കണ്ടെത്തലുകൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യൂ. ശാസ്ത്രപുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. നമുക്കിവിടെ ഓരോന്നോരോന്നായിട്ട് എഴുതാം. ദ്രാവകത്തിൽ ഖരവസ്തു അലിഞ്ഞു ചേർന്ന മിശ്രിതങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്തെല്ലാമാണ്? ഉപ്പുവെള്ളം, പഞ്ചസാര ലായനി, ORS ലായനി, തുരിശ് ലായനി, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി തുടങ്ങിയവയാണ്. ഖരവസ്തുവും ചേർന്ന മിശ്രിതങ്ങൾക്ക് ഉദാഹരണങ്ങൾ: റവയും ഉപ്പും കലർന്നത്, നെല്ല് റവ മിശ്രിതം, ഇരുമ്പുപൊടി ഉപ്പ് മിശ്രിതം, പയറ് കടല മിശ്രിതം തുടങ്ങിയവയാണ്. ഒന്നിൽ കൂടുതൽ ഖരവസ്തുക്കൾ ദ്രാവകത്തിൽ ലയിച്ചു ചേർന്ന ലായനികൾക്ക് ഉദാഹരണമാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റും ഉപ്പും വെള്ളത്തിൽ ലയിച്ചത്, ORS ലായനി, തുരിശ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി. മിശ്രിതങ്ങളെക്കുറിച്ച് ഇനിയും ചില അന്വേഷണങ്ങൾ നടത്തിയാലോ? എല്ലാ ഘടകപദാർത്ഥങ്ങളും കാണാൻ കഴിയുന്ന മിശ്രിതങ്ങൾ, എല്ലാ ഘടകപദാർത്ഥങ്ങളും കാണാൻ കഴിയാത്ത മിശ്രിതങ്ങൾ എന്നിങ്ങനെ മിശ്രിതങ്ങളെ 2ആയി തിരിക്കാം അല്ലെ? കണ്ടെത്തലുകൾ ശാസ്ത്രപുസ്തകത്തിൽ രേഖപ്പെടുത്തി അവതരിപ്പിക്കൂ. എല്ലാ ഘടകപദാർത്ഥങ്ങളും കാണാൻ കഴിയുന്ന മിശ്രിതങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്തെല്ലാമാണ്? ചോക്കുപൊടി കലർത്തിയ വെള്ളം, നെല്ല് റവ മിശ്രിതം, ഇരുമ്പുപൊടി ഉപ്പ് മിശ്രിതം, പയർ കടല മിശ്രിതം. ഇനി എല്ലാ ഘടകപദാർത്ഥങ്ങളും കാണാൻ കഴിയാത്ത മിശ്രിതങ്ങൾക്ക് ഉദാഹരണമാണ് ഉപ്പു ലായനി, നാരങ്ങാ വെള്ളം, പഞ്ചസാര ലായനി, ORS ലായനി, തുരിശ് ലായനി, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി തുടങ്ങിയവയൊക്കെ. പലതരം മിശ്രിതങ്ങൾ നിങ്ങൾ തയ്യാറാക്കിയല്ലോ. ഇവയിൽ ഏതെല്ലാം മിശ്രിതങ്ങളിലാണ് ഒരു പദാർത്ഥം മറ്റൊന്നിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളത്? ഇത്തരം മിശ്രിതങ്ങൾ ലായനികളാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ലീനം ലായകത്തിൽ ലയിച്ചു ചേർന്നാണ് ലായനികൾ ഉണ്ടാവുന്നതെന്ന് നിങ്ങൾക്കറിയാം. ലായനികൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തൂ, പട്ടികപ്പെടുത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. അവയിലെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചർച്ച ചെയ്യൂ. അപ്പം നമുക്കിവിടെ ദ്രാവക ലായനി, ദ്രാവക ലായനി, വാതക ലായനി, വാതക ലായനി എന്നിങ്ങനെ ഒരു പട്ടികയാണ് തന്നിട്ടുള്ളത്. നമുക്കത് നോക്കാം. ആദ്യത്തേത് ദ്രാവക ലായനിയാണ്. അതിനുദാഹരണങ്ങളാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി, തുരിശ് ലായനി, ഉപ്പ് ലായനി, പഞ്ചസാര ലായനി തുടങ്ങിയവ. ഇനി ദ്രാവക ലായനി, അതായത് 2 ദ്രാവകങ്ങൾ ചേർന്നുള്ള ലായനിക്ക് ഉദാഹരണങ്ങളാണ് വിനാഗിരി, ആൽക്കഹോളും ജലവും, ഗ്ലിസറിനും ജലവും, പെട്രോളും മണ്ണെണ്ണയും ഒക്കെ. ഇനി വാതക ലായനി, വാതകവും ദ്രാവകവും ചേർന്ന ലായനിക്ക് ഉദാഹരണങ്ങളാണ് സോഡ വെള്ളം, ഓക്സിജനും ജലവും, അമോണിയ വാതകവും ജലവും. ഇനി വാതക ലായനിക്ക് ഉദാഹരണമാണ് വായു, പ്രകൃതിവാതകം, ഹീലിയം നിയോൺ വാതകം തുടങ്ങിയവ. വിവിധ തരം ലായനികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമില്ലേ? ലായനികളിലെ വൈവിധ്യം നമുക്ക് നോക്കാം. വാതകം ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാവുന്ന ലായനികളും ഖരപദാർത്ഥം മറ്റൊരു ഖരപദാർത്ഥത്തിൽ ലയിച്ചുണ്ടാവുന്ന ലായനികളും ഉണ്ട്. പലേഡിയം എന്ന ഖരവും ഹൈഡ്രജൻ എന്ന വാതകവും ചേർന്നുണ്ടാവുന്ന ലായനി ഒരു ഖരവാതക ലായനിയാണ്. ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്വർണം, പിച്ചള, വെങ്കലം തുടങ്ങിയ ലോഹസങ്കരങ്ങൾ ഖരം മറ്റൊരു ഖരത്തിൽ ലയിച്ച ലായനികളാണ്. 916 സ്വർണം എന്നത് കേട്ടിട്ടില്ലേ? 1000 ഗ്രാം സ്വർണം ഉണ്ടാക്കാൻ വേണ്ടി 916 ഗ്രാം സ്വർണവും 84 ഗ്രാം മറ്റു ലോഹങ്ങളും വെള്ളിയും ചെമ്പും ചേർത്തുണ്ടാക്കുന്ന സ്വർണത്തെയാണ് 916 സ്വർണം എന്ന് നാം പറയുന്നത്. ഇതും ഒരു ഖര ലായനിയാണ്.
വിവിധ തരം മിശ്രിതങ്ങൾ നാം തയ്യാറാക്കിയല്ലോ. ഒരേ വലിപ്പമുള്ള ഗ്ലാസ്സുകളിൽ തുല്യ അളവിൽ വെള്ളമെടുത്ത് താഴെ പറയുന്നവ തയ്യാറാക്കി നിരീക്ഷിക്കൂ. 1. പഞ്ചസാര അലിഞ്ഞു ചേർന്ന വെള്ളം. 2. മിശ്രിതം ഉപ്പ് ലായനി. 3. ചോക്കുപൊടി കലർത്തിയ വെള്ളം. നിങ്ങൾ തയ്യാറാക്കിയ മിശ്രിതങ്ങൾ പരിശോധിച്ച് താഴെ പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യൂ. ഈ മിശ്രിതങ്ങളെല്ലാം ഒരുപോലെയാണോ? അല്ല. പഞ്ചസാര ലായനിക്കും ഉപ്പ് ലായനിക്കും എന്തെല്ലാം സാമ്യങ്ങളുണ്ട്? രണ്ടും മുഴുവനായിട്ട് ലയിച്ചിട്ടുണ്ട്, അതായത് നമുക്കതിൽ ഖരപദാർത്ഥം കണ്ടെത്താനായിട്ട് സാധിക്കില്ല. ചോക്കുപൊടി കലർന്ന വെള്ളവും ഉപ്പ് ലായനിയും തമ്മിൽ എന്താണ് വ്യത്യാസം? ചോക്കുപൊടി കലർന്ന വെള്ളത്തിൽ ഖരപദാർത്ഥം നമുക്ക് കാണാം, മുഴുവനായിട്ട് ചോക്ക് ലയിച്ചിട്ടില്ല. ഉപ്പ് വെള്ളത്തിൽ മുഴുവനായിട്ട് ഉപ്പ് ലയിച്ചിട്ടുണ്ട്. ഒരു പരീക്ഷണം കൂടി ചെയ്താലോ? മുൻപ് തയ്യാറാക്കിയ പഞ്ചസാര ലായനി എടുക്കൂ. അതേ വലുപ്പമുള്ള മറ്റൊരു ഗ്ലാസ്സിൽ അതേ അളവിൽ വെള്ളമെടുത്ത് പഞ്ചസാര ഇട്ട് ഇളക്കാതെ വയ്ക്കുക. പഞ്ചസാര അലിഞ്ഞു ചേർന്ന വെള്ളവും പഞ്ചസാര ഇട്ട് ഇളക്കാത്ത വെള്ളവും ഒരു സ്ട്രോ ഉപയോഗിച്ച് ശ്രദ്ധയോടെ ദ്രാവകങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രുചിച്ചു നോക്കൂ. രുചിയിൽ അനുഭവപ്പെട്ട വ്യത്യാസങ്ങൾ താഴെ പട്ടികയിൽ രേഖപ്പെടുത്തൂ. നമുക്കിവിടെ മിശ്രിതം അതിൻ്റെ വിവിധ ഭാഗത്തെ രുചി എങ്ങനെ എന്നുള്ള പട്ടികയാണ് തന്നിട്ടുള്ളത് കേട്ടോ. ആദ്യത്തെ മിശ്രിതം പഞ്ചസാര അലിഞ്ഞു ചേർന്ന വെള്ളമാണ്. അതിൽ മുകൾ ഭാഗത്ത് നമുക്ക് മധുരമായിരിക്കും, മധ്യഭാഗത്തും അടിഭാഗത്തും അതുപോലെ മധുരം തന്നെ ആയിരിക്കും. രണ്ടാമത്തെ മിശ്രിതം പഞ്ചസാര ഇട്ട് ഇളക്കി ചേർക്കാത്ത വെള്ളം, അതായത് തീരെ ഇളക്കാത്ത വെള്ളം. അത് മുകൾ ഭാഗം തീരെ മധുരം ഉണ്ടായിരിക്കില്ല, മധ്യഭാഗം ഒരു നേർത്ത മധുരം ഉണ്ടാവും, അടിഭാഗം വളരെ മധുരം ഉണ്ടായിരിക്കും. നന്നായി ഇളക്കി ചേർത്ത പഞ്ചസാര ലായനിയിൽ എല്ലായിടത്തും മധുരം ഒരുപോലെയാണോ? അതെ, എല്ലായിടത്തും ഒരുപോലെയാണ്. ഇളക്കി ചേർക്കാത്ത പഞ്ചസാര ലായനിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെടുത്ത ലായനിയുടെ രുചിയോ? രുചിയിൽ വിവിധ ഭാഗങ്ങളിൽ എന്താണ് വ്യത്യാസമുണ്ട്. രണ്ടിലും ഘടകപദാർത്ഥങ്ങൾ ഒന്ന് തന്നെയല്ലേ? എന്നിട്ടും രുചി വ്യത്യാസം ഉണ്ടാവാൻ കാരണം എന്തായിരിക്കും? നന്നായി ഇളക്കിയ ലായനിയിൽ പഞ്ചസാര പൂർണ്ണമായും അലിഞ്ഞു ചേർന്ന് വെള്ളത്തിൽ തുല്യമായി വ്യാപിച്ചിരിക്കുന്നതിനാൽ മധുരം എല്ലായിടത്തും ഒരുപോലെയായിരിക്കും. ഇളക്കാത്ത ലായനിയിൽ ഓരോ ഭാഗങ്ങളിലും പഞ്ചസാരയുടെ വിതരണം വ്യത്യസ്തമാണ്. പഞ്ചസാര കൂടുതലും അടിഭാഗത്തായിരിക്കും ഉണ്ടായിരിക്കുക. പട്ടിക വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ ശാസ്ത്രപുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. പഞ്ചസാര അലിഞ്ഞു ചേർന്ന ലായനി ഏകാത്മക മിശ്രിതവും പഞ്ചസാര ഇട്ട് ഇളക്കി അലിയിക്കാത്ത വെള്ളം ഭിന്നാത്മക മിശ്രിതവുമാണ്. എന്താണ് ഏകാത്മക മിശ്രിതങ്ങളും ഭിന്നാത്മക മിശ്രിതങ്ങളും എന്ന് നമുക്ക് നോക്കാം. ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമാണുള്ളതെങ്കിൽ അത്തരം മിശ്രിതങ്ങളാണ് ഏകാത്മക മിശ്രിതങ്ങൾ. ഒരു മിശ്രിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത സ്വഭാവങ്ങളാണുള്ളതെങ്കിൽ അത്തരം മിശ്രിതങ്ങളാണ് ഭിന്നാത്മക മിശ്രിതങ്ങൾ. നിങ്ങൾ മനസ്സിലാക്കിയ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കൂ. ഉപ്പ് അലിഞ്ഞു ചേർന്ന വെള്ളം, ഉപ്പ് ഇളക്കി അലിയിക്കാത്ത വെള്ളം എന്നിവ ഒരേ തരം മിശ്രിതങ്ങളാണോ? എങ്ങനെയാണ് അവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഒരേ തരം മിശ്രിതങ്ങളല്ല. ഉപ്പ് അലിഞ്ഞു ചേർന്ന വെള്ളം ഏകാത്മക മിശ്രിതവും ഉപ്പ് ഇളക്കി അലിയിക്കാത്ത വെള്ളം ഭിന്നാത്മക മിശ്രിതവുമാണ്. ചോക്കുപൊടിയും വെള്ളവും ചേർന്ന മിശ്രിതം ഏകാത്മകമാണോ ഭിന്നാത്മകമാണോ? എന്തുകൊണ്ട്? ഭിന്നാത്മകമാണ്. കാരണം അതിൽ പദാർത്ഥ ഘടകങ്ങൾ മുഴുവനായും അലിഞ്ഞിട്ടില്ല. കമ്പോസ്റ്റ് വളം, കോൺക്രീറ്റ്, നാം കഴിക്കുന്ന മിക്സ്ചർ എന്നിവ ഏകാത്മക മിശ്രിതങ്ങളാണോ ഭിന്നാത്മക മിശ്രിതങ്ങളാണോ? എന്തുകൊണ്ട്? ചർച്ച ചെയ്യൂ, ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. ഇവയെല്ലാം ഭിന്നാത്മക മിശ്രിതങ്ങളാണ്. കാരണം അവയുടെ ഘടകങ്ങളൊന്നും ലായനിയിൽ അലിഞ്ഞു ചേർന്നിട്ടില്ല. നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയ മിശ്രിതങ്ങളെ ഏകാത്മക മിശ്രിതങ്ങൾ, ഭിന്നാത്മക മിശ്രിതങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ച് താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ എഴുതൂ. ഏകാത്മക മിശ്രിതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് നാരങ്ങാ വെള്ളം, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി, പഞ്ചസാര ലായനി, വിനാഗിരി, വായു, സ്റ്റീല്, സ്വർണം, പിച്ചള, അതായത് 916 സ്വർണം, പിച്ചള, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ORS ലായനി, ആൽക്കഹോൾ വെള്ളം മിശ്രിതം, സമുദ്രജലം തുടങ്ങിയവയൊക്കെ. ഭിന്നാത്മക മിശ്രിതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ചോക്കുപൊടി ലായനി, പയർ കടല മിശ്രിതം, നെല്ല് റവ മിശ്രിതം, ഇരുമ്പുപൊടി ഉപ്പ് മിശ്രിതം, കോൺക്രീറ്റ്, കമ്പോസ്റ്റ് വളം, സാലഡ്, ചെളിവെള്ളം, വെജിറ്റബിൾ സൂപ്പ്, അച്ചാറുകൾ തുടങ്ങിയവയൊക്കെ. നിങ്ങൾക്ക് പരിചയമുള്ള മറ്റു മിശ്രിതങ്ങൾ ഉൾപ്പെടുത്തി പട്ടിക വിപുലീകരിക്കൂ. നമ്മൾ കുറച്ചുകൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലേ അതിൽ. എല്ലാ ലായനികളും മിശ്രിതങ്ങളാണ്, എന്നാൽ എല്ലാ മിശ്രിതങ്ങളും ലായനികളല്ല. ഒരു കുട്ടിയുടെ അഭിപ്രായമാണ് ഇത്. കുട്ടിയുടെ ഈ പ്രസ്താവനയോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്? നിങ്ങളുടെ പ്രതികരണവും അതിനുള്ള വിശദീകരണങ്ങളും ശാസ്ത്രപുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. കൂടുതൽ ലായനികൾ പരിശോധിച്ച് നിങ്ങളുടെ കണ്ടെത്തൽ ശരിയാണോ എന്ന് വിലയിരുത്തൂ. അതെ, പ്രസ്താവന ശരിയാണ്. എല്ലാ ലായനികളും മിശ്രിതങ്ങളാണ്. കാരണം അവയിൽ രണ്ടോ അതിലധികമോ പദാർത്ഥങ്ങൾ ഒരേപോലെ സംയോജിച്ചിരിക്കുന്നു. പക്ഷേ എല്ലാ മിശ്രിതങ്ങളും ലായനികളല്ല. വെള്ളവും മണലും ചേർന്ന മിശ്രിതം അല്ലെങ്കിൽ വെള്ളവും എണ്ണയും ചേർന്നുള്ള മിശ്രിതം പോലുള്ളവ ഏകാത്മക മിശ്രിതങ്ങളല്ല. ഏകാത്മക മിശ്രിതങ്ങൾ മാത്രമേ ലായനികളാവൂ. മിശ്രിതങ്ങൾ നിത്യജീവിതത്തിൽ
നിങ്ങളുടെ സ്കൂൾ ഉച്ചഭക്ഷണത്തിന്റെ മെനു പരിശോധിക്കൂ. വൈവിധ്യമാർന്ന ആഹാര വസ്തുക്കൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലേ? ആരോഗ്യകരമായ ജീവിതത്തിന് വൈവിധ്യമാർന്ന മിശ്രിതങ്ങളെ ആഹാരത്തിൽ എത്രമാത്രം നാം പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് ചർച്ച ചെയ്യൂ. നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആഹാരങ്ങളും എന്താണ്? ഒന്നിലധികം സാധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ സമയം ഒന്നിലധികം പോഷക ഗുണങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതാണ് ഇത്തരത്തിൽ മിശ്രിത ആഹാരമാക്കാനുള്ള കാരണം. നാം ശ്വസിക്കുന്ന വായു മിശ്രിതമാണെന്ന് നിങ്ങൾ പഠിച്ചല്ലോ. അതിലടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? പട്ടിക വിശകലനം ചെയ്യൂ. നമ്മുടെ അന്തരീക്ഷ വായുവിലുള്ള വാതകങ്ങളും അതിൻ്റെ അളവുമാണ് പട്ടികയിൽ തന്നിട്ടുള്ളത്. ആദ്യത്തെ വാതകം നൈട്രജൻ ആണ്. നൈട്രജൻ ഏകദേശം 78% ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് 0.04%. ഓക്സിജൻ 21%. മറ്റുള്ളവ 0.96%. ഏതൊക്കെയാണ് വായുവിലെ ഘടകങ്ങൾ? നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ തുടങ്ങിയവയൊക്കെയാണ് അല്ലേ. അവയുടെ അളവുകൾ താരതമ്യം ചെയ്യൂ. നമുക്ക് അളവുകൾ നോക്കുമ്പോൾ അറിയാം, ഏകദേശം 78% നൈട്രജൻ ആണല്ലേ. പിന്നെ അതിൽ കുറച്ചുകൂടെ കുറവുള്ളത് ഓക്സിജൻ ആണ്, 21%. മറ്റുള്ളവയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഒക്കെ അളവ് വളരെ കുറവാണ്. വായു ഒരു മിശ്രിതമാണെന്ന് മനസ്സിലാക്കിയല്ലോ. വായുവിലെ ഘടകങ്ങൾ ഇതേ അളവിൽ നിലനിൽക്കേണ്ടതില്ലേ? ശ്വസനം, പ്രകാശ സംശ്ലേഷണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ വായുവിലെ ഏതൊക്കെ ഘടകങ്ങളെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ തുടങ്ങിയവയാണ്. വായുവിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുകയും ഓക്സിജൻ കുറയുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? ചർച്ച ചെയ്യൂ. നമ്മുടെ പ്രകൃതിയുടെ നിലനിൽപ്പ് തന്നെ എന്താവും? താളം തെറ്റും. നമുക്ക് ശ്വസിക്കാൻ ആവശ്യമായ വായു കിട്ടാതെ വരും അല്ലേ. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകയിൽ വിവിധ ഇനം വിഷപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇവ അന്തരീക്ഷ വായുവിൽ കലരുന്നത് വായുവിന്റെ സന്തുലനാവസ്ഥയെ ബാധിക്കുകയും മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. മനുഷ്യന്റെ ഇടപെടലുകൾ വായുവിലെ ഘടകങ്ങളുടെ സന്തുലനാവസ്ഥയെ ബാധിക്കാതെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലായില്ലേ? ലീനത്തിന്റെ ഒളിച്ചുകളി. പഞ്ചസാര ലായനിയിൽ ജലവും പഞ്ചസാരയും ഉണ്ടല്ലോ. എന്നാൽ ജലത്തിൽ ലയിച്ചു ചേർന്നപ്പോൾ പഞ്ചസാര നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് പഞ്ചസാര കാണാൻ കഴിയാത്തത്? പഞ്ചസാര എവിടെ പോയി? പഞ്ചസാരയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഇക്കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താം. അതിന് നമുക്കൊരു പരീക്ഷണം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാവശ്യമായ സാമഗ്രികൾ: വലിയ പ്ലാസ്റ്റിക് ഭരണി 1 ലിറ്ററിൻ്റെ, പിന്നെ കരിങ്കൽ കഷ്ണങ്ങൾ, മെറ്റൽ 500 ഗ്രാം, ചെറുപയർ 100 ഗ്രാം, റവ 100 ഗ്രാം. പ്രവർത്തനം എങ്ങനെയാണ്? പ്ലാസ്റ്റിക് ഭരണിയിൽ മെറ്റലിട്ട് നന്നായി കുലുക്കി ഇറക്കുക. മെറ്റലിന്റെ അളവ് മാർക്കർ പേന കൊണ്ട് ഭരണിയുടെ പുറത്ത് അടയാളപ്പെടുത്തണം. ഇതിലേക്ക് ചെറുപയർ ഇട്ട് ഭരണി ഇളക്കുക. ഇപ്പോൾ മെറ്റലിന്റെ ഉയരം കൂടിയിട്ടുണ്ടോ? അളവ് പട്ടികയിൽ എഴുതൂ. തുടർന്ന് റവ ഭരണിയിലിട്ട് നന്നായി തട്ടിയിറക്കുക. അതിനുശേഷം മെറ്റലിന്റെ ഉയരത്തിന് മാറ്റം വരുന്നുണ്ടോ? നിരീക്ഷണം താഴെ പട്ടികയിൽ രേഖപ്പെടുത്തൂ. നോക്കൂ, ആദ്യം ഭരണിയിൽ മെറ്റലിട്ട് നന്നായി കുലുക്കി അമർത്തിയ ശേഷം എത്രയാണ് ഭരണിയിൽ മെറ്റൽ നിൽക്കുന്ന ഉയരം എന്ന് എഴുതണം. നിങ്ങൾ ഏത് ഭരണിയാണോ അല്ലെങ്കിൽ ഏത് കുപ്പിയാണോ എടുത്തത് അതിൻ്റെ ഉയരം നോക്കിയിട്ട് വേണം കേട്ടോ എഴുതാൻ. ഞാനിവിടെ ഒരു ഉദാഹരണത്തിന് 15 സെൻറ്റിമീറ്റർ എന്ന് എഴുതുന്നുണ്ട്. ഉദാഹരണമാണ്, നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് വേണം എഴുതാൻ. രണ്ടാമത്തേത് ചെറുപയർ ഭരണിയിലിട്ട് നന്നായി കുലുക്കി ഇറക്കിയ ശേഷം നമ്മൾ അപ്പോഴും മെറ്റൽ നിൽക്കുന്ന ഉയരം കണ്ടാൽ നമുക്ക് 15 സെൻറ്റിമീറ്റർ തന്നെയുണ്ട്. റവ ഭരണിയിലിട്ട് നന്നായി കുലുക്കി ഇറക്കിയ ശേഷം അപ്പോഴും നമ്മൾ നോക്കിയപ്പോൾ 15 സെൻറ്റിമീറ്റർ തന്നെയാണ്. പട്ടിക വിശകലനം ചെയ്യൂ. നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ചെറുപയറും റവയും മെറ്റലിനേക്കാൾ ചെറിയ പദാർത്ഥങ്ങളായതുകൊണ്ട് തന്നെ മെറ്റലിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങളിലായിട്ട് അവ എന്ത് ചെയ്യുന്നു? സ്ഥാനം ക്രമീകരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്കതിൻ്റെ ഉയരത്തിലൊന്നും മാറ്റം വരാത്തത്. ചെറുപയറും റവയും ഇട്ട് കുലുക്കി ഇറക്കിയ ശേഷം ഭരണിക്കുള്ളിലെ മെറ്റലിന്റെ ഉയരത്തിൽ മാറ്റം വരുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? നമ്മളത് പറഞ്ഞു. ചെറുപയർ മണികൾ എവിടെയാണ് നിൽക്കുന്നത്? മെറ്റലുകൾക്ക് ഇടയിലാണ്. റവയുടെ ചെറുതരികൾ എവിടേക്കാണ് പോയത്? അതും മെറ്റലുകൾക്കും ചെറുപയറുകൾക്കും ഇടയിലേക്കാണ് പോയത്. ഭരണിയിലെ മെറ്റലിലേക്ക് റവയും ചെറുപയറും ഇട്ട് കുലുക്കിയപ്പോൾ ഇവയ്ക്ക് മൂന്നിനും സ്ഥിതി ചെയ്യാൻ വേണ്ട ആകെ ഇടത്തിന് വ്യത്യാസമുണ്ടോ? ഇല്ല. മെറ്റലിനിടയിൽ ചെറുപയറിനും ഇവയ്ക്കിടയിൽ റവത്തരികൾക്കും നിൽക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ചർച്ച ചെയ്യൂ. നിഗമനം ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. ഈ പരീക്ഷണത്തിൽ മെറ്റലുകൾക്കിടയിൽ മറ്റു 2 വസ്തുക്കളും ഇടം പിടിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പദാർത്ഥങ്ങൾ ജലത്തിൽ ലയിക്കുമ്പോൾ ഇതുതന്നെയാണോ സംഭവിക്കുന്നത്? പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചുണ്ടാകുന്ന ലായനിയിൽ പഞ്ചസാരയുണ്ട് എന്ന് രുചിച്ചു നോക്കി മനസ്സിലാക്കാമല്ലോ. എന്നാൽ ലായനിയിലെ പഞ്ചസാര തരികൾ എവിടെ പോയി എന്ന് മുകളിൽ നടത്തിയ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കൂ. നിങ്ങളുടെ നിഗമനം ശാസ്ത്രപുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. അവ വെള്ളത്തിലെ ജല തന്മാത്രകൾക്കിടയിലായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക. അങ്ങനെയാണ് വെള്ളത്തിൽ അത് ലയിച്ചു ചേരുന്നത്. എന്താണ് തന്മാത്ര എന്നൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം.
ഏറ്റവും ചെറിയ കണികകളാണ്. അതായത് ഒരു പദാർത്ഥത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഘടകത്തിൻ്റെ ചെറിയ കണികകളെയാണ് നമ്മൾ തന്മാത്ര എന്ന് പറയുക. തന്മാത്രയേക്കാളും ചെറിയ ഘടകങ്ങളുണ്ട്, അതിന് നമ്മൾ ആറ്റം എന്ന് പറയും. അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. പദാർത്ഥങ്ങളുടെ നിർമ്മാണ ഘടകം. പഞ്ചസാര ലായനിയിലെ പഞ്ചസാരയുടെ കണങ്ങളെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നില്ല. എന്നാൽ പഞ്ചസാരയുടെ ഗുണമായ മധുരം എല്ലാ ഭാഗത്തും ഒരുപോലെ കാണുകയും ചെയ്യുന്നു. എന്താണിതിൻ്റെ രഹസ്യം? നമുക്ക് നോക്കാം. പഞ്ചസാര എത്ര ചെറിയ തരികളായി മാറിയതാണ് ജലത്തിൽ ഒളിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പഞ്ചസാരയുടെ സ്വഭാവങ്ങൾ എന്തെല്ലാമാണ്? നിറം വെള്ളയാണ്. രുചിയുണ്ട്, മധുരമാണ്. അവസ്ഥ ഖരമാണ് അല്ലേ? അല്പം പഞ്ചസാര പൊടിക്കൂ, ഒരു ചെറിയ തരി എടുത്ത് പരിശോധിക്കൂ. മുകളിൽ പറഞ്ഞ സവിശേഷതകളെല്ലാം ഈ തരിക്കുമുണ്ടോ? നമുക്ക് നോക്കാം. അതിനായി ഒരു പരീക്ഷണം ചെയ്യാനുണ്ട്. പഞ്ചസാരയുടെ ഗുണങ്ങളെല്ലാം നിലനിർത്തുന്ന പഞ്ചസാര തരികളെ വീണ്ടും എത്രമാത്രം ചെറുതാക്കാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായ സാമഗ്രികൾ: പഞ്ചസാര, ചെറിയ ചുറ്റിക, മൈക്രോസ്കോപ്പ്, സ്ലൈഡ്, കവർ സ്ലിപ്പ്, ബ്രഷ്. പ്രവർത്തനം എങ്ങനെയാണ്? പഞ്ചസാര തരികൾ ഒരു പേപ്പറിലെടുത്ത് ഉറപ്പുള്ള ഒരു പ്രതലത്തിൽ വെച്ച് ചുറ്റിക കൊണ്ട് പൊടിക്കുക. അതിൽ നിന്നും എടുക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ തരി എടുത്ത് രുചിച്ചു നോക്കൂ. രുചി എന്താണ്? മധുരം തന്നെയായിരിക്കും അല്ലേ? ഈ ചെറു തരികളിൽ ഒരെണ്ണം ബ്രഷ് കൊണ്ടെടുത്ത് സ്ലൈഡിൽ വെച്ച് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കൂ. ചെറു തരി വലുതായല്ലേ കാണുന്നത്? അതെ, നമുക്ക് മൈക്രോസ്കോപ്പിൽ വെക്കുമ്പോൾ ചെറിയ തരികൾ വലുതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇത് വീണ്ടും ചെറുതാക്കാം എന്നും മനസ്സിലായില്ലേ? അതായത് നമുക്കറിയാം, അതിൽ മൈക്രോസ്കോപ്പിൽ കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ തരിയെ നമുക്ക് വീണ്ടും ചെറുതാക്കി മാറ്റാൻ മനസ്സിലാക്കാനായിട്ട് പറ്റും. കുറച്ച് വലുതായിട്ടല്ലേ കാണാം, അപ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇങ്ങനെ പഞ്ചസാര തരിയെ ഒരു സാധാരണ മൈക്രോസ്കോപ്പ് കൊണ്ട് പോലും കാണാൻ കഴിയാത്ത അത്രയും ചെറുതാക്കി, എന്നാൽ പഞ്ചസാരയുടെ എല്ലാ ഗുണങ്ങളും ഉള്ളതുമായ ഏറ്റവും ചെറിയ കണികയാക്കി മാറ്റുന്നത് ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. അങ്ങനെ ഒരു കണത്തിൻ്റെ സവിശേഷത എന്തായിരിക്കും? ആ കണം പഞ്ചസാരയുടെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്നു. ഇത്തരം ചെറുകണികകളാണ് തന്മാത്രകൾ. എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് അവയുടെ തന്മാത്രകൾ കൊണ്ടാണ്. തന്മാത്രയ്ക്ക് ആ പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും ഉണ്ടാകും. ഇനി ചിത്രീകരണം ശ്രദ്ധിക്കൂ. ഒരു പഞ്ചസാര തരി പൊടിച്ചു. ആ ഒരു ചെറു പഞ്ചസാരപ്പൊടി വീണ്ടും പൊടിച്ചു. മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന വളരെ ചെറിയ പഞ്ചസാരപ്പൊടിയായി. മൈക്രോസ്കോപ്പ് കൊണ്ടുപോലും കാണാൻ കഴിയാത്ത തീരെ ചെറിയ പഞ്ചസാരപ്പൊടിയായി. പഞ്ചസാരയുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളും കൂടിയ ഏറ്റവും ചെറിയ കണികയായി. അതാണ് തന്മാത്ര എന്ന് പറയുന്നത്. അപ്പോൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എത്ര ചെറിയ സംഭവമാണെങ്കിലും അതിൻ്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ട് നമുക്ക് കിട്ടുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് നമ്മൾ തന്മാത്ര എന്ന് പറയുന്നത്. ചിത്രീകരണം ശ്രദ്ധിക്കൂ. നമ്മൾ കണ്ടു ഒരു പദാർത്ഥത്തിൻ്റെ തന്മാത്ര എന്താണെന്നും അത് എത്രമാത്രം ചെറുതാണെന്നും മനസ്സിലായല്ലോ. അപ്പോൾ തന്മാത്ര എന്താണെന്ന് നമുക്കവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കൂ. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയ അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകളാൽ നിർമ്മിതമാണ്. എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഈ തന്മാത്രകൾ കൂട്ടിയാണ് കൂടിച്ചേർന്നതാണ് ഒരു പദാർത്ഥമായി മാറുന്നത്. പഞ്ചസാര ലായനിയിൽ പഞ്ചസാര കാണാൻ കഴിയാതിരിക്കുകയും പഞ്ചസാരയുടെ ഗുണമായ മധുരം എല്ലാ ഭാഗത്തും ഒരുപോലെ കാണുന്നതിൻ്റെയും രഹസ്യം എന്താണെന്ന് മനസ്സിലായില്ലേ? അതിലടങ്ങിയ പഞ്ചസാര തന്മാത്രകൾ ജലത്തിലുടനീളം വ്യാപിക്കുന്നു. ഈ പഞ്ചസാര ലായനി ഒരു ഏകാത്മക മിശ്രിതമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. കണാദൻ. പുരാതന ഭാരതത്തിലെ തത്വചിന്തകനും പണ്ഡിതനുമായിരുന്നു കണാദൻ. BC 2-ാം ശതകത്തിലോ 6-ാം ശതകത്തിലോ ജീവിച്ചിരുന്നതായി അനുമാനിക്കുന്നു. വിഭജിക്കാൻ കഴിയാത്ത സൂക്ഷ്മകണങ്ങൾ ചേർന്നാണ് എല്ലാ പദാർത്ഥങ്ങളും രൂപപ്പെടുന്നതെന്ന് കണാദൻ വിശ്വസിച്ചു. സൂക്ഷ്മകണങ്ങൾക്ക് പരമാണു എന്നാണ് അദ്ദേഹം പേര് നൽകിയത്. തന്മാത്രകൾ അടുത്തും അകന്നും. പദാർത്ഥങ്ങൾക്ക് ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഈ അവസ്ഥകളിൽ പദാർത്ഥങ്ങൾക്ക് സ്ഥിതി ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? തന്മാത്രകളെ അടിസ്ഥാനമാക്കി ചിന്തിച്ചാൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് ചുറ്റും കാണുന്ന ഖരപദാർത്ഥങ്ങളിലും ദ്രാവകങ്ങളിലും വാതകങ്ങളിലും അവയുടെ തന്മാത്രകൾ എങ്ങനെയാണ് നിലകൊള്ളുന്നത് എന്നറിയാൻ താഴെ കൊടുത്ത ചിത്രീകരണം പരിശോധിക്കൂ. ഓരോ അവസ്ഥയിലും തന്മാത്രകൾ എങ്ങനെയാണ് നിലകൊള്ളുന്നതെന്ന് കണ്ടോ മക്കൾ? ആദ്യത്തേത് ഖരപദാർത്ഥങ്ങളിലാണ്. ഖരപദാർത്ഥങ്ങളിൽ തന്മാത്രകൾ അടുത്തടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു അല്ലേ? ഒരു സ്ഥലം പോലില്ലാതെ വളരെ കൃത്യമായ അകലത്തിൽ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നു. ദ്രാവകത്തിൽ കുറച്ച് അകലെയാണ്, കുറച്ച് തന്മാത്രകളേ ഉള്ളൂ അല്ലേ? വിട്ട് കൃത്യമായ ഒരു ചിട്ടയില്ലാതെ സ്ഥിതി ചെയ്യുന്നു. വാതകത്തിലോ തീരെ അടുക്കും ചിട്ടയും ഇല്ല. വളരെ അകലത്തിലാണ് വാതകത്തിൽ തന്മാത്രകൾ സ്ഥിതി ചെയ്യുന്നത്. ഒരു പദാർത്ഥത്തിന്റെ ഏതവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും അടുത്തിരിക്കുന്നത്?
അതിൻ്റെ ഖരാവസ്ഥയിലാണ്. ഒരു പദാർത്ഥത്തിൻ്റെ ഏതവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും അകന്നിരിക്കുന്നത്? വാതകാവസ്ഥയിലാണ്. ഖരപദാർത്ഥങ്ങൾക്ക് നിശ്ചിത രൂപം ഉള്ളതും വാതകം, ദ്രാവകം എന്നിവയ്ക്ക് നിശ്ചിത ആകൃതി ഇല്ലാത്തതും എന്തുകൊണ്ടാവും? പദാർത്ഥങ്ങളിൽ തന്മാത്രകൾ വളരെ അടുത്ത് ശക്തമായ ആകർഷണ ബലത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇത് അവയ്ക്ക് നിശ്ചിതമായ രൂപം നൽകുന്നു. എന്നാൽ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകൾക്ക് സ്വതന്ത്രമായി ചലിക്കാൻ കഴിയുന്നതുകൊണ്ട് അവയ്ക്ക് നിശ്ചിത രൂപമില്ല. തന്മാത്രകളുടെ ചിട്ടയില്ലാത്ത ക്രമീകരണം കൊണ്ടാണ്. ഒരു പദാർത്ഥത്തിന്റെ 3 അവസ്ഥകളിലും അവയുടെ തന്മാത്രകൾ എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലായില്ലേ? ദ്രാവകങ്ങൾക്ക് ഒഴുകാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? വാതകങ്ങൾക്ക് അതിവേഗം വ്യാപിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഖരപദാർത്ഥങ്ങൾക്ക് ഒഴുകാനോ വ്യാപിക്കാനോ കഴിയുന്നില്ല. എന്തുകൊണ്ട്? തന്മാത്രകളുടെ ക്രമീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കൂ. നിങ്ങളുടെ വിശദീകരണം ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. ഖരപദാർത്ഥങ്ങളിലെ തന്മാത്രകൾ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അവയ്ക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കുറവാണ്. തന്മാത്രകൾക്ക് അവയുടെ സ്ഥാനത്ത് നിന്ന് മാറാൻ കഴിയില്ല. ദ്രാവകങ്ങളിലെ തന്മാത്രകൾ ഖരപദാർത്ഥങ്ങളിതിനേക്കാൾ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവയ്ക്ക് ചലന സ്വാതന്ത്ര്യമുണ്ട്, അതിനാൽ അവയ്ക്ക് ഒഴുകാൻ കഴിയും. വാതകങ്ങളിലെ തന്മാത്രകൾക്ക് വളരെ വലിയ അകലമുണ്ട്. അവയ്ക്ക് വളരെയധികം ചലന സ്വാതന്ത്ര്യവുമുണ്ട്, അതിനാൽ അവയ്ക്ക് അതിവേഗം വ്യാപിക്കാൻ കഴിയും. ആറ്റങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ മക്കളെ? തന്മാത്രകളേക്കാൾ ചെറിയ കണങ്ങളുണ്ട്, അവയാണ് ആറ്റങ്ങളെന്ന്. ആറ്റങ്ങളെ കുറിച്ച് ചെറിയൊരു കാര്യം ഇവിടെ തന്നിട്ടുണ്ടോ? നോക്കൂ. തന്മാത്രകളേക്കാൾ ചെറിയ കണങ്ങളാണ് ആറ്റങ്ങൾ. ആറ്റങ്ങൾ ചേർന്നാണ് തന്മാത്രകൾ ഉണ്ടാകുന്നത്. 2 ഹൈഡ്രജൻ ആറ്റങ്ങളും 1 ഓക്സിജൻ ആറ്റവും ചേർന്നാണ് ഒരു ജല തന്മാത്ര ഉണ്ടാകുന്നത്. 12 കാർബൺ ആറ്റങ്ങളും 22 ഹൈഡ്രജൻ ആറ്റങ്ങളും 11 ഓക്സിജൻ ആറ്റങ്ങളും ചേർന്നതാണ് ഒരു പഞ്ചസാര തന്മാത്ര. ഒന്നിലധികം പദാർത്ഥങ്ങൾ കൂടിച്ചേർന്നതാണല്ലോ മിശ്രിതം. അപ്പോൾ മിശ്രിതത്തിൽ ഒന്നിലധികം തരം തന്മാത്രകൾ ഉണ്ടാകില്ലേ? തീർച്ചയായും അല്ലേ? വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകളെ സൂചിപ്പിക്കുന്ന ചിത്രീകരണം ശ്രദ്ധിക്കൂ. ആദ്യത്തെ ചിത്രത്തിൽ ഒരേ ഇനം തന്മാത്രകൾ മാത്രമേ ഉള്ളൂ അല്ലേ? രണ്ടാമത്തേതിൽ 2 തരം തന്മാത്രകൾ നമുക്ക് കാണാം. മൂന്നാമത്തേതിലും 2 തരം തന്മാത്രകൾ നമുക്ക് കാണാം. 4-മത്തേതിൽ ഒരേ ഇനം തന്മാത്രകൾ മാത്രമേ ഉള്ളൂ. ചിത്രീകരണങ്ങൾ നിരീക്ഷിച്ചില്ലേ? എ എന്ന പദാർത്ഥത്തിൽ എത്ര തരം തന്മാത്രകളുണ്ട്? 1 തരം തന്മാത്രയേ ഉള്ളൂ. ബി എന്ന പദാർത്ഥത്തിലോ 2 തരം തന്മാത്രകളുണ്ട്. ഏതെല്ലാം പദാർത്ഥങ്ങളിൽ പലതരം തന്മാത്രകളുണ്ട്? ഡിയിലും സിയിലുമാണ്. ഏതെല്ലാം പദാർത്ഥങ്ങളിലാണ് ഒരേ ഇനം തന്മാത്രകൾ ഉള്ളത്? എയിലും ഡിയിലും. വ്യത്യസ്ത ഇനം പദാർത്ഥങ്ങൾ ചേർന്നുണ്ടാകുന്നവ മിശ്രിതങ്ങളാണെന്ന് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ചിത്രത്തിൽ ഏതെല്ലാമാണ് മിശ്രിതങ്ങൾ? ബി, സി എന്നിവയാണ് മിശ്രിതങ്ങൾ. ചില പദാർത്ഥങ്ങൾ ഒരേ തരം തന്മാത്രകൾ ചേർന്നുണ്ടാകുന്നു. ഇവ ശുദ്ധ പദാർത്ഥങ്ങളാണ്. ചിലത് വ്യത്യസ്ത ഇനം തന്മാത്രകൾ ചേർന്നുണ്ടാകുന്നു. ഇക്കാര്യങ്ങൾ ചിത്രത്തിൽ നിന്ന് മനസ്സിലായില്ലേ? ഒരേ ഇനം തന്മാത്രകൾ അടങ്ങിയ പദാർത്ഥങ്ങളും വ്യത്യസ്ത ഇനം തന്മാത്രകൾ അടങ്ങിയ പദാർത്ഥങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. മുകളിൽ തന്നിട്ടുള്ള ചിത്രങ്ങളിൽ എ, ബി, സി, ഡി എന്നീ പദാർത്ഥങ്ങളുടെ ചിത്രീകരണങ്ങളിൽ നിന്ന് ശുദ്ധ പദാർത്ഥങ്ങൾ ഏതൊക്കെയെന്നും മിശ്രിതങ്ങൾ ഏതൊക്കെയെന്നും കണ്ടെത്തൂ. എ, ഡി എന്നിവയാണ് ശുദ്ധ പദാർത്ഥങ്ങൾ. ബി, സി എന്നിവ മിശ്രിതങ്ങളാണ്. ഇനി എന്താണ് ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് നോക്കാം. ഒരേ ഇനം തന്മാത്രകൾ കൊണ്ടുണ്ടായ പദാർത്ഥങ്ങളാണ് ശുദ്ധപദാർത്ഥങ്ങൾ. മിശ്രിതങ്ങളിൽ വ്യത്യസ്ത തന്മാത്രകൾ ഉണ്ടായിരിക്കും. മിശ്രിതങ്ങൾ ശുദ്ധപദാർത്ഥങ്ങളാണോ? എന്തുകൊണ്ട്? ചർച്ച ചെയ്യൂ. അല്ല, കാരണം മിശ്രിതങ്ങളിൽ വ്യത്യസ്ത ഇനം തന്മാത്രകളുണ്ട്, അതുകൊണ്ടവ ശുദ്ധപദാർത്ഥങ്ങളല്ല. മാലിന്യമില്ലാത്ത ജലം ഒരു ശുദ്ധപദാർത്ഥമാണ്. എന്തുകൊണ്ട്? നിങ്ങളുടെ നിഗമനം ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. അതിൽ ഒരേ ഇനം ജലതന്മാത്രകൾ മാത്രമേയുള്ളൂ, അതുകൊണ്ട് അവ ശുദ്ധ പദാർത്ഥമായി മാറുന്നു. നിങ്ങൾക്കറിയാവുന്ന കൂടുതൽ ശുദ്ധ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? താഴെ കൊടുത്ത ചിത്രീകരണം ശ്രദ്ധിക്കൂ. ഇരുമ്പ്, ചെമ്പ് ഞങ്ങൾ ശുദ്ധ പദാർത്ഥങ്ങളാണ്. കാർബൺ ഡയോക്സൈഡ് ഞാനും ശുദ്ധപദാർത്ഥമാണ്. കാർബൺ ഞാനും ഒരു ശുദ്ധപദാർത്ഥമാണ്. ജലം ഒരു ശുദ്ധപദാർത്ഥമാണ്. ഓക്സിജനും ഹൈഡ്രജനും അതും ഒരു ശുദ്ധ പദാർത്ഥങ്ങളാണ്. താഴെ കൊടുത്ത പദാർത്ഥങ്ങളെ ശുദ്ധപദാർത്ഥം, മിശ്രിതം എന്നിങ്ങനെ തരംതിരിച്ച് അനുയോജ്യമായ രീതിയിൽ പട്ടിക പൂർത്തിയാക്കൂ. ആദ്യത്തേത് കഞ്ഞിയാണ്. കഞ്ഞിയിൽ ഉൾപ്പെട്ട തന്മാത്രകൾ എന്തൊക്കെയാണ്? ജലതന്മാത്ര, ഉപ്പിൻ്റെ തന്മാത്ര, മറ്റു പദാർത്ഥങ്ങളും ഉണ്ട്. അതുകൊണ്ട് അതൊരു മിശ്രിതമാണ്. പെൻസിൽ ഗ്രാഫൈറ്റിൽ ഗ്രാഫൈറ്റ് മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ. ഗ്രാഫൈറ്റിൻ്റെ തന്മാത്ര മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ, അതുകൊണ്ട് അതൊരു ശുദ്ധ പദാർത്ഥമാണ്. പഞ്ചസാരയിൽ പഞ്ചസാര തന്മാത്ര മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അതൊരു ശുദ്ധ പദാർത്ഥമാണ്. സോഡ വെള്ളത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമുണ്ട്, അതുകൊണ്ട് അതൊരു മിശ്രിതമാണ്. സംഭാരത്തിൽ ജലം, ഉപ്പ്, മറ്റു പദാർത്ഥങ്ങളുണ്ട്, അതുകൊണ്ട് അതൊരു മിശ്രിതമാണ്. ശുദ്ധജലത്തിൽ ജലതന്മാത്രകൾ മാത്രമുള്ളൂ, അതുകൊണ്ട് അതൊരു ശുദ്ധ പദാർത്ഥമാണ്.
പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ തന്മാത്രകൾ മാത്രമുള്ളൂ. അതുകൊണ്ട് അതൊരു ശുദ്ധപദാർത്ഥമാണ്. സ്വർണ്ണാഭരണത്തിൽ സ്വർണം, വെള്ളി, ചെമ്പ് തുടങ്ങിയ അരികളുണ്ട്. അതുകൊണ്ട് അതൊരു മിശ്രിതമാണ്. സ്വർണത്തിൽ സ്വർണം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതൊരു ശുദ്ധപദാർത്ഥമാണ്. ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു ശുദ്ധപദാർത്ഥമാണോ? ശുദ്ധമായ വെളിച്ചെണ്ണ, ശുദ്ധമായ പാൽ, ശുദ്ധമായ നെയ്യ് എന്നിങ്ങനെയുള്ള പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ശുദ്ധമായത് എന്ന വാക്ക് ശാസ്ത്രത്തിൽ പ്രയോഗിക്കുന്നത് പരസ്യത്തിൽ ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല. ശുദ്ധമായ വെളിച്ചെണ്ണ എന്നാൽ അതിൽ മറ്റ് എണ്ണകളോ ഘടക പദാർത്ഥങ്ങളോ അടങ്ങിയിട്ടില്ല എന്നാണ് വിപണിയിൽ അർത്ഥമാക്കുന്നത്. ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ വെളിച്ചെണ്ണ മറ്റു പല ഘടകങ്ങളുടെയും തന്മാത്രകൾ അടങ്ങിയ ഒരു ഏകാത്മക മിശ്രിതമാണ്. ശുദ്ധപദാർത്ഥങ്ങളും മിശ്രിതങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഓരോ വിഭാഗത്തിനും കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ. നമുക്കിവിടെ ശുദ്ധപദാർത്ഥങ്ങൾ, മിശ്രിതങ്ങൾ, അതിൽ തന്നെ ഏകാത്മക മിശ്രിതം ഏതൊക്കെ, ഭിന്നാത്മക മിശ്രിതം ഏതൊക്കെ എന്നുള്ള രീതിയിൽ തരം തിരിക്കാനുള്ള ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ള ഉദാഹരണങ്ങളിലൂടെ നമുക്കിത് പൂർത്തിയാക്കാം. ശുദ്ധപദാർത്ഥങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് നൈട്രജൻ, സ്വർണം, പഞ്ചസാര തുടങ്ങിയവയൊക്കെ. ഇനി മിശ്രിതങ്ങളിൽ ഏകാത്മക മിശ്രിതത്തിനും ഭിന്നാത്മക മിശ്രിതത്തിനും ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? വിനാഗിരി, വെളിച്ചെണ്ണ, ഗ്ലൂക്കോസ് ലായനി തുടങ്ങിയവയൊക്കെ ഏകാത്മക മിശ്രിതമാണ്. കോൺക്രീറ്റ്, മണ്ണ്, അച്ചാറ് തുടങ്ങിയവയൊക്കെ ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണങ്ങളാണ്. കൂടിക്കലർന്നവ വേർതിരിക്കാം. ഒന്നിലധികം പദാർത്ഥങ്ങൾ കൂടിക്കലർന്നവയാണല്ലോ മിശ്രിതങ്ങൾ. താഴെ തന്നിരിക്കുന്ന മിശ്രിതങ്ങൾ ശ്രദ്ധിക്കൂ. ഈ മിശ്രിതങ്ങളിൽ നിന്ന് അതിലെ ഘടകവസ്തുക്കളെ എങ്ങനെ വേർതിരിക്കാം ചർച്ച ചെയ്യൂ. ആദ്യത്തേത് കല്ല് കലർന്ന അരിയാണ്. രണ്ടാമത്തേത് മണലും ഇരുമ്പ് പൊടിയും കലർന്നതാണ്. ഈ രണ്ട് മിശ്രിതങ്ങളിലെ ഘടക പദാർത്ഥങ്ങൾ ഏതെല്ലാമാണ്? കല്ല് കലർന്ന അരിയിൽ അരി, കല്ല് എന്നിവയാണ് ഘടക പദാർത്ഥങ്ങൾ. മണലും ഇരുമ്പ് പൊടിയും, അതിൽ മണലും ഇരുമ്പ് പൊടിയുമാണ് ഘടക പദാർത്ഥങ്ങൾ. താഴെ പറയുന്ന ചോദ്യങ്ങൾ പരിശോധിക്കൂ. അരിയും കല്ലും ഒരേ നിറത്തിലാണോ? അല്ല. അവയ്ക്ക് ഒരേ ആകൃതിയും വലുപ്പവുമാണോ? അല്ല, അല്ലേ? അരി വെള്ള നിറത്തിലാണ്, കല്ല് കറുപ്പ് നിറത്തിലാണ്. അതുപോലെ ആകൃതിക്കും വലുപ്പത്തിനും വ്യത്യാസമുണ്ട്. ഇവയിൽ ഏത് മിശ്രിതത്തിലെ ഘടകങ്ങളെയാണ് കൈകൊണ്ട് പെറുക്കി മാറ്റാൻ സാധിക്കുന്നത്? അരിയും കല്ലും കലർന്ന മിശ്രിതത്തിലാണ്. കല്ലിന് അരിയുടെ അതേ വലുപ്പവും നിറവും ആയിരുന്നെങ്കിൽ പെറുക്കി മാറ്റാൻ സാധിക്കുമോ? ഇല്ല, ബുദ്ധിമുട്ടായിരിക്കും. ഇരുമ്പ് പൊടി മണലിൽ നിന്ന് കൈകൊണ്ട് പെറുക്കിയെടുക്കാൻ കഴിയുമോ? ഇല്ല, അത് നന്നേ ചെറിയ പദാർത്ഥങ്ങളായതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് പെറുക്കി മാറ്റാൻ കഴിയില്ല. ഇരുമ്പ് പൊടിയുടെ മറ്റേതെങ്കിലും സവിശേഷത പ്രയോജനപ്പെടുത്തി ഇരുമ്പ് പൊടി മണലിൽ നിന്ന് വേർതിരിക്കാൻ കഴിയുമോ? കഴിയും. എന്താണ്? കാന്തം ഉപയോഗിച്ച് നമുക്ക് കഴിയുമല്ലേ? ഇരുമ്പ് പൊടിക്ക് കാന്തിക ശക്തി ഉള്ളതുകൊണ്ട് നമുക്ക് ഒട്ടിപ്പിടിക്കാനുള്ള കഴിവുണ്ട് കാന്തത്തിൽ. അതുകൊണ്ട് നമുക്കൊരു കാന്തം ഉപയോഗിച്ച് വേണമെങ്കിൽ വേർതിരിക്കാം. ഘടകവസ്തുക്കളുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ രണ്ട് വേർതിരിക്കൽ രീതിയിലും നാം പ്രയോജനപ്പെടുത്തുന്നത്? നിങ്ങളുടെ കണ്ടെത്തൽ ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. അരിയും കല്ലും കലർന്ന വസ്തുവിൽ നിന്ന് നമ്മൾ വേർതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ രണ്ട് വസ്തുക്കളുടെ നിറത്തിലും വലുപ്പത്തിലും ആകൃതിയിലുമുള്ള മാറ്റങ്ങൾ കൊണ്ടാണ് നമുക്ക് വേർതിരിക്കാൻ സാധിക്കുന്നത്. എന്നാൽ മണലും ഇരുമ്പുപൊടിയും കലർന്ന മിശ്രിതത്തിൽ നിന്ന് ഇരുമ്പുപൊടിയുടെ കാന്തത്തെ ആകർഷിക്കാനുള്ള കഴിവ് കൊണ്ടാണ് നമ്മൾ അതിനെ വേർതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഈ രീതിയിൽ ഘടകപദാർത്ഥങ്ങളെ വേർതിരിക്കാവുന്ന കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി താഴെ പട്ടികയിൽ രേഖപ്പെടുത്തൂ. ഒന്നാമത്തേത് അരിയിൽ നിന്ന് കല്ല് മാറ്റിയെടുക്കുന്ന രീതിയാണ് പെറുക്കി മാറ്റൽ. അങ്ങനെയുള്ള കൂടുതൽ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? അരിയിൽ നിന്നും കല്ലുകൾ മാറ്റുന്നു, മല്ലിയിൽ നിന്ന് കല്ലുകൾ മാറ്റുന്നു, പയറിൽ നിന്ന് കല്ലുകൾ മാറ്റുന്നു, കശുവണ്ടിയിൽ നിന്ന് കേടായ കശുവണ്ടികൾ മാറ്റുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് അതിൽ എഴുതി കൊടുക്കാം. അടുത്തത് കാന്തം ഉപയോഗിച്ച് വേർതിരിക്കൽ. മണലിൽ നിന്നും ഇരുമ്പുപൊടി വേർതിരിക്കുന്നു, മണ്ണിൽ നിന്നും കാന്തിക വസ്തുക്കൾ വേർതിരിക്കുന്നു, കൂട്ടിയിട്ട മാലിന്യങ്ങളിൽ നിന്നും ഇരുമ്പ് സാധനങ്ങൾ വേർതിരിക്കുന്നു. ഇതെല്ലാം ഇതിൽ നമുക്ക് ഉദാഹരണമായിട്ട് എഴുതി കൊടുക്കാം. ഘടകപദാർത്ഥങ്ങളുടെ സ്വഭാവ സവിശേഷതകളാണ് അവയുടെ വേർതിരിക്കൽ പ്രക്രിയയിൽ പ്രയോജനപ്പെടുത്തുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കിയല്ലോ. താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന വേർതിരിക്കൽ രീതികൾ ചർച്ച ചെയ്യൂ. ഘടകവസ്തുക്കളുടെ ഏതെല്ലാം സവിശേഷതകളാണ് ഓരോന്നിലും പ്രയോജനപ്പെടുത്തിയിരിക്കുന്നതെന്നും പരിശോധിക്കൂ. നോക്കൂ, ചായയിൽ നിന്ന് ചായപ്പൊടി വേർതിരിക്കാൻ എന്താണ് ചെയ്യാറുള്ളത്? നമ്മൾ ഒരു ചായ അരിപ്പ വെച്ച് അരിച്ചു മാറ്റാറാണല്ലേ. ഇവിടെ ഘടകപദാർത്ഥത്തിന്റെ വലുപ്പത്തെയാണ് നമ്മൾ അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. അരി വേവിക്കുന്നതിന് മുൻപ് കഴുകുമ്പോൾ അരിയിൽ നിന്ന് ചെറിയ കല്ലുകൾ ഏതു മാർഗത്തിലൂടെയാണ് നീക്കം ചെയ്യുന്നത്? കൈകൊണ്ട് പെറുക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കലങ്ങിയ വെള്ളം ശുദ്ധീകരിക്കുന്നത് ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ്? ഫിൽട്രേഷൻ വഴിയാണ് നമ്മൾ കലങ്ങിയ വെള്ളം ശുദ്ധീകരിക്കുന്നത്, അല്ലേ? വീട് പണികൾക്ക് ഉപയോഗിക്കുന്ന മണലിൽ നിന്ന് ചരലും മറ്റു മാലിന്യങ്ങളും വേർതിരിക്കുന്നത് എങ്ങനെ? തരിച്ചിട്ടാണ് വേർതിരിക്കുന്നത്. ഇനിയുമുണ്ട് വേർതിരിക്കൽ രീതികൾ. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ആദ്യത്തെ ചിത്രങ്ങളിൽ ഉപ്പളങ്ങളിൽ കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്നതാണ്. രണ്ടാമത്തേത് മണലിൽ നിന്ന് ഇരുമ്പുപൊടി വേർതിരിക്കുന്നതാണ്.
മൂന്നാമത്തേത് നെല്ലിൽ നിന്ന് പതിര് വേർതിരിക്കുന്നതാണ്. നാലാമത്തേത് തൈരിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുത്ത് വേർതിരിക്കുന്നതാണ്. ഓരോ ചിത്രവും വിശകലനം ചെയ്യൂ. ഘടകപദാർത്ഥങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിച്ച മാർഗങ്ങൾ താഴെ പറയുന്ന സൂചനകൾ ഉപയോഗിച്ച് കണ്ടെത്തി പട്ടികയിൽ എഴുതൂ. നമുക്കിവിടെ സന്ദർഭങ്ങളും പിന്നെ ആ ഓരോ സന്ദർഭത്തിലും എങ്ങനെയൊക്കെയാണ് വേർതിരിക്കുന്ന രീതി എന്നുമാണ് തന്നിട്ടുള്ള പട്ടികയിൽ. ആദ്യത്തേത് നോക്കൂ, ഉപ്പളങ്ങളിൽ കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്നു. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഉപ്പ് വേർതിരിക്കുന്ന രീതി എന്താണ്? ബാഷ്പീകരണം ഉപയോഗിച്ചാണ് ഉപ്പ് വേർതിരിക്കുന്നത്. തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കുന്നു, നമുക്കറിയാം കടയലാണ്. മണലിൽ നിന്ന് ഇരുമ്പുപൊടി വേർതിരിക്കുന്നു, അത് കാന്തം ഉപയോഗിച്ചാണ് വേർതിരിക്കുന്നത്. നെല്ലും പതിരും വേർതിരിക്കുന്നു, അത് ചേറിയിട്ടാണ് വേർതിരിക്കുന്നത്. ചേറുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? കാറ്റിൻ്റെ ഒരു സഹായം കൂടെ ഉള്ളത് കൊണ്ട് കാറ്റടിക്കുമ്പോൾ പതിര് നെല്ലിനെക്കാട്ടിലും കനം കുറവായതുകൊണ്ട് അത് പാറുകയാണ് ചെയ്യുന്നത്. പട്ടികയിൽ അവസ്ഥാമാറ്റത്തെ പ്രയോജനപ്പെടുത്തി ലയിച്ചു ചേർന്ന ഘടകത്തെ വേർതിരിക്കുന്ന സന്ദർഭം ഏതാണ്? കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്നതാണ്. കാരണം അവിടെ ബാഷ്പീകരണം ഉപയോഗിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? കടൽ വെള്ളം ദ്രാവകവും ഉപ്പ് ഖരവുമാണ് അല്ലേ? അതാണ് അവസ്ഥാമാറ്റത്തെ പ്രയോജനപ്പെടുത്തി നമ്മൾ അത് ഉപ്പ് വെള്ളത്തിൽ ലയിച്ചു ചേർന്നിരിക്കുകയാണ് അതിൽ നിന്ന് വേർതിരിക്കുന്നത്. ഓക്കെ, തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കുന്ന രീതി മറ്റുള്ളവയിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഇത് മനുഷ്യാധ്വാനം വഴിയാണ് വേർതിരിക്കുന്നത്. വൃത്താകൃതിയിലുള്ള കടക്കോലിൻ്റെ ചലനം കൊണ്ട് എന്താവുന്നു? ചലനം വേഗത്തിലാവുകയും അതിൽ നിന്നാണ് വെണ്ണ വേർതിരിക്കാൻ സാധ്യമാവുകയും ചെയ്യുന്നത്. ഘടകത്തിൻ്റെ കാന്തിക സ്വഭാവം പ്രയോജനപ്പെടുത്തി വേർതിരിക്കുന്ന സന്ദർഭം ഏതാണ്? മണലിൽ നിന്നും ഇരുമ്പുപൊടി വേർതിരിക്കുന്നതാണ്. നെല്ലും പതിരും വേർതിരിക്കാൻ അവയുടെ എന്ത് സവിശേഷതയാണ് പ്രയോജനപ്പെടുത്തുന്നത്? പതിരിന് നെല്ലിനെ അപേക്ഷിച്ച് ഭാരം കുറവാണ് എന്നുള്ള സവിശേഷതയാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഘടകവസ്തുക്കളുടെ സ്വഭാവം അനുസരിച്ച് വേർതിരിക്കലിൻ്റെ രീതിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായില്ലേ? നിത്യജീവിതത്തിൽ നാം പ്രയോജനപ്പെടുത്തുന്ന വിവിധ വേർതിരിക്കൽ രീതികളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് കണ്ടെത്തൂ. ശരീരത്തിനുള്ളിലെ മാലിന്യങ്ങൾ വേർതിരിക്കൽ പ്രക്രിയ, അതിനെക്കുറിച്ച് നമുക്ക് ചെറിയൊരു ആർട്ടിക്കിൾ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കൂ. രക്തത്തിൽ നിന്നും മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന അരിപ്പകളാണ് വൃക്കകൾ. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്റർ രക്തമാണ് ഉള്ളത്. ഈ രക്തം നിരന്തരമായി നമ്മുടെ വൃക്കകളിൽ കൂടി അരിക്കലിന് വിധേയമാകുന്നു. ഇത് ശരീരത്തിൽ സ്വാഭാവികമായി നടക്കുന്ന വേർതിരിക്കൽ പ്രക്രിയയാണ്. വൃക്കകൾക്ക് തകരാർ സംഭവിച്ചാൽ ഈ അരിക്കൽ പ്രക്രിയ കുറഞ്ഞ് രോഗി ഗുരുതരമായ രോഗാവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഇത്തരം രോഗികളെ സഹായിക്കുന്നത് കൃത്രിമ അരിക്കൽ പ്രക്രിയയായ ഡയാലിസിസ് വഴിയാണ്. ശുദ്ധപദാർത്ഥങ്ങളും മിശ്രിതങ്ങളും നാം നിത്യജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മിശ്രിതങ്ങളുടെയും ശുദ്ധപദാർത്ഥങ്ങളുടെയും സവിശേഷതകളും ഉപയോഗങ്ങളും മനസ്സിലാക്കുന്നത് എന്തിനാണ്? ദൈനംദിന ജീവിതം മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അല്ലേ? മാത്രമല്ല ആവശ്യമായ സന്ദർഭങ്ങളിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാനും വിവിധ വേർതിരിക്കൽ രീതികൾ ഉപയോഗപ്പെടുത്താനും നമുക്ക് കഴിയണം. ശുദ്ധപദാർത്ഥങ്ങൾ, മിശ്രിതങ്ങൾ എന്നിവയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി നമുക്ക് ഇതിലെ വിലയിരുത്താൻ ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1. സോഡാ വെള്ളത്തിൽ ഉപ്പ്, പഞ്ചസാര എന്നിവ ചേർത്ത് നന്നായി ഇളക്കി ഒരു പാനീയം തയ്യാറാക്കി. ചോദ്യം എ. ഈ മിശ്രിതത്തിൽ അടങ്ങിയിട്ടുള്ള ഘടകപദാർത്ഥങ്ങൾ ഏതെല്ലാമാണ്? ഉപ്പ്, പഞ്ചസാര, പിന്നെ സോഡാ വെള്ളത്തിലെ ഘടകപദാർത്ഥം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ്. ഉപ്പ്, പഞ്ചസാര, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം. ചോദ്യം ബി. ഈ പാനീയം ഏകാത്മക മിശ്രിതമാണോ ഭിന്നാത്മക മിശ്രിതമാണോ? ഏകാത്മക മിശ്രിതമാണ്. കാരണം ഈ പാനീയത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ രുചിയായിരിക്കും. ഉപ്പായാലും പഞ്ചസാരയായാലും ഒക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാ ഭാഗത്തും ഒരേ രുചിയായിരിക്കും. ചോദ്യം 2. ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർക്കുന്നു. ഉപ്പ് ഗ്ലാസ്സിനടിയിൽ അലിയാതെ കിടക്കുന്നുണ്ട്. ഈ മിശ്രിതം ഏകാത്മക മിശ്രിതമാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? 1 സ്പൂണോ കയ്യിലോ ഉപയോഗിച്ച് ഉപ്പ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ചോദ്യം 3. ഇരുമ്പ്, പിച്ചള, സ്വർണ്ണാഭരണം, വെങ്കലം, കാർബൺ ഡൈ ഓക്സൈഡ്, അലൂമിനിയം എന്നീ പദാർത്ഥങ്ങളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഇവയിൽ ശരിയായവ ടിക്ക് ചെയ്യുക. എ. ഇവയെല്ലാം ശുദ്ധപദാർത്ഥങ്ങളല്ല. ശരിയാണല്ലേ? ഇതിലെല്ലാം ശുദ്ധപദാർത്ഥങ്ങളല്ല. സ്വർണ്ണാഭരണം ഒന്നും ശുദ്ധപദാർത്ഥമല്ല അല്ലേ? പിച്ചള, ഇരുമ്പ്, വെങ്കലം എന്നിവ ലോഹമിശ്രിതങ്ങളാണ്. അത് തെറ്റാണ്. ഇവയെല്ലാം ലോഹങ്ങളാണ്, മിശ്രിതങ്ങളല്ല. സി. സ്വർണ്ണാഭരണം മിശ്രിതമാണ്. ശരിയാണ്, സ്വർണ്ണാഭരണം മിശ്രിതമാണ്. ചോദ്യം ഡി. കാർബൺ ഡൈ ഓക്സൈഡ്, അലൂമിനിയം എന്നിവ ശുദ്ധപദാർത്ഥങ്ങളാണ്. അത് ശരിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൽ ചെയ്യാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത പ്രവർത്തനങ്ങളും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. അതുപോലെ 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്